10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ വളരെ രസകരവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു പാഠഭാഗമാണ് വംശം. ഇത് എഴുതിയിരിക്കുന്നത് വിജയലക്ഷ്മിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഡ്വൈസറി ബോർഡ് അംഗമായിരുന്നു വിജയലക്ഷ്മി. മൃഗശിക്ഷകൻ, അതുപോലെ തന്നെ പ്രലോഭനം, ഒറ്റമണൽത്തരി, തച്ചൻ്റെ മകൾ, ഇതൊക്കെ ഇവരുടെ പ്രധാന കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഒ.വി. വിജയൻ സാഹിത്യ പുരസ്കാരം, ഉള്ളൂർ പുരസ്കാരം, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ വിജയലക്ഷ്മി നേടിയിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒട്ടനവധി ജീവജാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാം ജീവിത രീതികൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട്. കരുതൽ, അതായത് കിട്ടുന്ന ഭക്ഷണം അന്നേരം കഴിച്ചു തീർക്കുക എന്നുള്ളതല്ല പലതിൻ്റെയും രീതി. അത് കൂട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുറേ ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ വർഷകാലം മഴക്കാലമാകുമ്പോൾ അത് ഭക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലതങ്ങനെയല്ല, അന്നന്ന് കിട്ടുന്നത് അന്നന്ന് കഴിക്കുക. വേറെ ചിലതങ്ങനെയല്ല, കിട്ടുന്നത് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്കുമൊക്കെ കൊടുത്ത് അങ്ങനെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് ഇവരുടെ ഈ ജീവിത രീതികളിൽ നിന്ന് നമുക്ക് ഒട്ടനവധി കൗതുകകരമായ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. ഉറുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ വരിയായിട്ട് ഇങ്ങനെ പോവുക, റോ തെറ്റാതെ ഇങ്ങനെ പോകുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. വളരെ രസകരമാണ് അതൊക്കെ. ഈ മനുഷ്യർ മാത്രമല്ല, ഇതുപോലെയുള്ള ചെറിയ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ജീവികൾ കാട്ടിക്കൂട്ടുന്ന ചില ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ കൗതുകകരമാണ്, പഠനാർഹമാണ്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ അത് കൗതുകകരമായിട്ട് നമുക്ക് തോന്നും. ഇവിടെ വംശം എന്ന് പറയുന്നത് ഉറുമ്പിൻ്റെ വംശം, അതിൻ്റെ വംശത്തിൻ്റെ മഹത്വമാണ്. എന്തെല്ലാമാണ് ഇതിനകത്തിൽ ഉള്ള പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഇപ്പം വിജയലക്ഷ്മി പറയുന്നത്, പാരം വിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ. വളരെയധികം വിശന്നിട്ടാണ് ഉറുമ്പ് പാതകത്തിൻ്റെ അടുത്തെത്തിയത്. അതായത് അടുക്കളയിലെ പാതകത്തിൻ്റെ അടുത്തെത്തി, പ്രാതലിനായിട്ടെത്തി. പ്രാതലെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂപോൽ കൊമ്പിലെടുത്തുയർത്തി. അവിടെ നിന്നൊരു തെറിച്ച തേങ്ങയുടെ ഒരു ചെറിയ തരി അതിന് കിട്ടി. അത് പൂവിൻ്റെ പോലെ അത് ഉറുമ്പിൻ്റെ കൊമ്പിലങ്ങനെ എടുത്തങ്ങോട്ട് ഉയർത്തി. പോവുകയാണ് 6 കാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി. 6 കാലുകൾ കൊണ്ട് അതങ്ങനെ ചന്തമായിട്ട് മനോഹരമായിട്ട് തുള്ളിച്ചാടി അങ്ങനെ നടന്നു പോവുകയാണ്. പേമഴക്കാലത്തു സ്വാദുവാമിത്തിരി സോദരർക്കൊത്താസ്വദിക്ക നൽകൂ. അതായത് ഇതവിടെ നിന്നുകൊണ്ട് അങ്ങ് കഴിച്ചു തീർക്കാമെന്നല്ല ഉറുമ്പ് വിചാരിച്ചത്. അത് മഴക്കാലമാകുന്നുടനെ സ്വാദോടുകൂടി തങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പം ഇരുന്നുകൊണ്ട് ആസ്വദിച്ച് കഴിക്കാം എന്നാണ് ഉറുമ്പ് ചിന്തിക്കുന്നത്. എണ്ണ മിനുങ്ങും മുഖത്തെന്ത് ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. വെറും ഉറുമ്പല്ല, അതിന് എണ്ണ മിനുങ്ങുന്ന ഒരു സൗന്ദര്യമുണ്ട്, ഒരു തേജസ്സുണ്ട്. മുഖത്തെന്ത് ഗൗരവം. ഒരു തേങ്ങാത്തിരി കിട്ടിയപ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഗൗരവമായിപ്പോയി. ഞാൻ സമ്പാദിച്ചതാണിത്, ഇതെൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ സഹോദരങ്ങൾക്കൂടെ കൊടുത്തിട്ട് ഒന്നിച്ചിരുന്ന് എനിക്ക് കഴിക്കണം. എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ എണ്ണ മിനുങ്ങും, ആ ശരീരവും മുഖത്ത് അഗൗരവവും, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. ആ ഉടലിന് വളരെ സൗകുമാര്യമുള്ളതായിട്ടാണ് കവി പറയുന്നത്. ഇത്തിരി പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കും ഇല്ലിങ്ങ് കണ്ടതുള്ളൂ. ഇതുപോലെയുള്ളൊരു ചാരുത, മനോഹാരിത മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്.
ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നോ? ഒതുങ്ങിയ അധ്വാനശീലവും, അതായത് ഉറുമ്പുകളെന്ന് പറയുന്നത് വളരെയധികം അധ്വാനശീലരാണ്. വെളുപ്പിനെ ഇറങ്ങുന്നതാണിത്. രാവെന്നോ വൈകിട്ടെന്നോ രാത്രിയെന്നോ പ്രഭാതമെന്നോ പ്രദോഷമോ ഒന്നും നോക്കാതെ രാപകൽ കിടന്ന് അധ്വാനിച്ചിട്ടാണ് അത് കൂട്ടിലേക്കുള്ളത് സമ്പാദിക്കുന്നത്. അങ്ങനെ നൃത്തച്ചുവടും വെച്ചുകൊണ്ടാണ് അത് പോകുന്നത് എന്നാണ് കവി പറയുന്നത്. ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. ഇതിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചില ആളുകൾ അതിനെ ചവിട്ടി മെതിച്ച് നടന്നു പോകും. പാടില്ല. ഇവർക്കെല്ലാം, എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നമ്മളത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ എന്നും ഇതിൽ പറയുന്നുണ്ട്. രാവും പകലും സന്ധ്യയും രാത്രിയും ഒന്നും നോക്കാതെ വേലയെടുത്ത് മരിച്ചാണ് ഇത് ഓരോ ദിവസത്തേക്കുള്ളത് സമ്പാദിക്കുന്നത്. നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നില കാടു ചുറ്റി, വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോട് ചുറ്റി, നീലക്കിഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി, ആകത്തിരക്കിട്ടകത്തേക്ക് പോകുകയാണ് ആയാസമില്ല ചുമട്ടുകാരി. ആ ചുമട്ടുകാരി പൂവാങ്കുരുന്നിലക്കാട് ചുറ്റി. പൂവാങ്കുരുന്നിലക്കാടെന്ന് പറയുന്നത് ഒരു പൂവാങ്കുരുന്നിലയാണെങ്കിൽ തന്നെ അതിന് വലിയ കാടായിട്ടാണ് തോന്നുന്നത്. ചെറിയ വെള്ളാരങ്കല്ലാണെങ്കിലും അത് വലിയ മല പോലെയാണത് കാണുന്നത്. നീലക്കീഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി. അതിൻ്റെ വീട്ടിലേക്കുള്ള കോട്ടയിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ഈ ഭക്ഷണം. നമുക്കൊക്കെ ഭയങ്കര കൗതുകം തോന്നും, രസം തോന്നും. എന്താണ് കൊണ്ടുപോകുന്നത്? ഒരു തേങ്ങാത്തരിയാണ് കൊണ്ടുപോകുന്നത്. അത്യധികം വിശപ്പോടെ അടുക്കളയിലെ പാചകത്തിൻ്റെ അടുത്തെത്തുന്ന ഉറുമ്പിന് ഒരു തേങ്ങാത്തരി കിട്ടുന്നു. കിട്ടിയ പാടെ ആ തേങ്ങാത്തരി പൂ പോലെ കൊമ്പിൽ കുത്തി ഉയർത്തി 6 കാലുകൾ താളത്തിൽ ചവിട്ടി തൻ്റെ കൂട്ടിലേക്ക് പോകാൻ തിടുക്കം കൂട്ടുകയാണ്. വേണമെങ്കിൽ അതിന് അവിടെ ഇരുന്ന് തന്നെ ആ തേങ്ങാത്തരി ഭക്ഷിച്ച് വിശപ്പ് തീർക്കാം. എന്നാൽ ആ എറുമ്പ് തൻ്റെ കൂട്ടിലേക്ക് വെച്ച് പിടിക്കുന്നത് തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കാം എന്ന് ചിന്തിച്ചാണ്. തികച്ചും നൃത്തച്ചുവടുകളോടെയാണ് തേങ്ങാത്തരിയുമേന്തി നടന്നു പോകുന്നതെന്നാണ് കവിയത്രി പറയുന്നത്. മുറിയുടെ ജനാല വഴി ഇറങ്ങിയപ്പോൾ കണ്ട പൂവാങ്കുറുന്നില ചെടികൾ ഭയങ്കര കാടുപോലെയാണ് ഉറുമ്പിന് അനുഭവപ്പെട്ടത്. തൊട്ടടുത്ത് കണ്ട വെള്ളാരം കല്ലുകൾ ഒരു മല പോലെയാണ് അനുഭവപ്പെട്ടത്. നീലക്കീഴാർനെല്ലിയുടെ ചുവട്ടിലൂടെ ഉറുമ്പ് തൻ്റെ വീട്ടിലേക്ക് ധൃതിയിൽ പോവുകയാണ്. മുക്കുറ്റി പൂക്കുന്ന മൂലക്കരികിലുള്ള തൻ്റെ മൺകൂനക്കോട്ടയിലെത്തി. അതിവേഗം തന്നെ ആ ഉറുമ്പ് തേങ്ങാത്തരിവെ തൻ്റെ കൂട്ടിനുള്ളിലേക്ക് കടന്നു. തികഞ്ഞ അധ്വാനിയാണ് ഉറുമ്പെന്നും നമുക്ക് ഈ പദ്യഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാം. രാപകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് തൊഴിലാളികൾ. വിശ്രമം എന്തെന്നറിയാതെ പണിയെടുത്ത് മഴക്കാലമാകുമ്പോൾ സോദരർക്കൊപ്പം ഇരുന്ന് ഭക്ഷിക്കാമെന്ന് കരുതിയാണ് ഉറുമ്പിൻ്റെ ഈ നീക്കം. പ്രകൃതിയിലെ തേനീച്ചകളെ നോക്കുക. അതിരാവിലെ തന്നെ തേനീച്ചകൾ തങ്ങളുടെ ഭക്ഷണം തേടി പ്രകൃതിയിലുടനീളം പറന്നു നടക്കും. തേൻ ഉള്ളിടത്ത് ചെന്ന് തേൻ തേടി അല്പാൽപമായി അവ കൂട്ടിൽ കൊണ്ടാക്കുന്നു. ഉറുമ്പിൻ്റെ അധ്വാനശീലവും സോദരർക്കൊപ്പം പങ്കുവയ്ക്കലിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തിയുമാണ് കവി ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഉറുമ്പിൻ്റെ പ്രധാന ഗുണങ്ങളായി പരാമർശിക്കുന്നത്. വംശം എന്ന കവിതയിലൂടെ ഉറുമ്പിൻ്റെ ജീവിതശൈലിയുടെ മഹത്വപൂർണമായ ചില സവിശേഷതകളാണ് വിജയലക്ഷ്മി ഉയർത്തിക്കാട്ടുന്നത്. നമ്മുടെ ചോദ്യം നോക്കാം. ചോദ്യം വളരെ നിസ്സാരമാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വളരെ നിസ്സാരമാണ്. എണ്ണമിനുങ്ങും മുഖത്തെന്ത് ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, ദാരുവിൽ നിന്നെ പകർത്തണമെന്നെൻ്റെ വേര് ദാഹിച്ചിതാ നോക്കി നിൽപ്പു. ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? കഠിനമായ വിശപ്പുള്ളത് കൊണ്ട് ഉറുമ്പ് ഭക്ഷണം തേടി വന്നു. തേങ്ങാത്തരി അതിന് കിട്ടി. അതിന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാമായിരുന്നു. അത് ചെയ്യാതെ പങ്കുവയ്ക്കലിലൂടെയുള്ള ഒരു ആത്മസംതൃപ്തി, സന്തോഷം, അതാണ്
ഉറുമ്പിനെ വേറിട്ട് നിർത്തുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത് രാവു പകൽ സന്ധ്യയുഷസ്സില്ലാതെ വേലയെടുത്തേ ഭരിച്ചു പോകും. പാവങ്ങൾ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. ഉറുമ്പോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം. രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ ഒന്നും നോക്കാതെ ഉറുമ്പ് അത്യധ്വാനം നടത്തുകയാണ്. അതിൻ്റെ അധ്വാനശീലത്തെ കവി പ്രശംസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പിനെ തുടച്ചു നീക്കുന്ന പാപമാണെന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പീഡയും ഉറുമ്പിന് നേരെ വരരുത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണ്? വംശം എന്ന കവിതയിലൂടെ ഉറുമ്പിൻ്റെ വംശമഹിമയെക്കുറിച്ചാണ് കവി പറയുന്നത്. അതായത് എന്തെല്ലാമാണ് അതിൻ്റെ? ഒന്നാമത് അധ്വാനശീലമാണ്. രണ്ടാമത് തേങ്ങാത്തിരി സോദരർക്കൊപ്പം, അതായത് പങ്കുവയ്ക്കലിലൂടെ ലഭിക്കുന്ന ഒരു സംതൃപ്തി, സന്തോഷം, അതാണ് ഉറുമ്പ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 2 ഗുണങ്ങളാണ്. പേമഴക്കാലത്ത് സ്വാദുവാം ഈ തരി സോദരക്കൊത്താസ്വദിക്കൂ. വിജയലക്ഷ്മി. സ്വന്തം വിശപ്പ് അവഗണിച്ച് മഴക്കാലം വരുമ്പോൾ സോദരർക്കൊപ്പം ആസ്വദിച്ച് കഴിക്കാമെന്നാണ് ഉറുമ്പ് കരുതുന്നതെന്ന് കവി വിജയലക്ഷ്മി ഇവിടെ നമ്മളെ അറിയിക്കുന്നു. ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജീവിതത്തെ മനോഹരവും വിജയപ്രദമാക്കാൻ ചില നൈപുണികൾ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഉറുമ്പിനെ അവതരിപ്പിക്കുന്നതിലൂടെ ഉറുമ്പ് തേങ്ങാത്തിരി കൊണ്ടുപോകുന്ന മാത്രമല്ല കാര്യങ്ങൾ, കവി ചില നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ അധ്വാനശീലം. അപ്പോൾ നമ്മളും ആ അധ്വാനശീലത്തെ പ്രകീർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പ് രാപകലില്ലാതെ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ പങ്കുവയ്ക്കലിൻ്റെ, സഹകരണത്തിൻ്റെ, അങ്ങനെയുള്ള 2 സന്ദേശങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠങ്ങൾ. നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട പാഠവുമായിട്ടെത്താം. താങ്ക് യു.